പിടിച്ച് കെട്ടിയിടുക അല്ലാതെ നാട്ടുകാർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. നല്ല ഇടി കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ അറിയാൻ നമുക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ നാട്ടകം ഭാഗത്ത് വെച്ച് ഉപ്പുമുളകം സീരിയലിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥ് പ്രഭു എന്ന വ്യക്തി മദ്യപിച്ച് മതോന്മത്തനായി വഴിയിൽ കൂടെ നടന്നുപോയ ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് സ്വദേശിയെ ഇടിച്ചിടുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഇന്ന് മരണമടഞ്ഞിരിക്കുകയാണ്. മദ്യപിച്ച് തീർത്തും ലക്കുകെട്ട ഒരു നിലയിലായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു. വണ്ടി സൈഡാക്കി നാട്ടുകാരോട് മെക്കിട്ട് കയറുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കൂടാതെ കൈയും കാലും ഉറക്കാത്തൊരവസ്ഥയിലും കൂടെയായിരുന്നു. നാട്ടുകാർ പിടിച്ചു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതുവരെ റോഡിൽ കിടന്ന് വലിയ ബഹളങ്ങളും വലിയ ഷോകളുമാണ് സിദ്ധാർത്ഥ് പ്രഭു കാണിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലായിരുന്നു. തുടർന്ന് സിദ്ധാർത്ഥ് പ്രഭുവിനെ ഉപ്പും മുളകും എന്ന സീരിയലിൽ നിന്നും പുറത്താക്കിയ ഒരു വാർത്തയും നമ്മൾ കേട്ടതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് തമിഴ്നാട് സ്വദേശി മരണമടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അന്ന് സംഭവ സ്ഥലത്ത് തന്നെ ചിങ്ങവനം പോലീസ് സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. മദ്യപിച്ച് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യക്കും അതുകൂടാതെ മദ്യപിച്ച് പൊതുമുതൽ നശിപ്പിച്ചു എന്നതും മദ്യപിച്ച് പൊതുസ്ഥലത്ത് കിടന്ന് വഴക്കുണ്ടാക്കി എന്നൊരു രീതിക്കുമാണ് FIR എഴുതിക്കൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് പ്രഭുവിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ നീക്കമാണെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ പോയാലും മിനിമം കുറഞ്ഞത് 5 വർഷം അല്ലെങ്കിൽ 4 വർഷം തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളതായി പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റു വക്കീലന്മാരിൽ നിന്നും നമുക്ക് ഈ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു കഷ്ടം തന്നെയാണ്. ഓർക്കുമ്പോൾ തന്നെ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലായിരുന്നു ഈ സിദ്ധാർത്ഥ് പ്രഭുവിന് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഇത്ര ചെറിയൊരു പ്രായത്തിലെ തട്ടിയും മുട്ടിയും എന്നൊരു പരിപാടിയിൽ കൂടെയാണ് ഈ സിദ്ധാർത്ഥ് പ്രഭു വന്നത്. കൂടാതെ ഉപ്പും മുളകും എന്ന പരിപാടിയിൽ കൺസിസ്റ്റൻസ് ആയിട്ട് എപ്പിസോഡുകൾ കവർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരുന്നു. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ടും കിട്ടാതെ പോയൊരു സംഭവമാണ് ഈ സിദ്ധാർത്ഥ് പ്രഭുവിന് കിട്ടിയത്. പക്ഷേ തൻ്റെ വഴിവിട്ട ജീവിതവും ജീവിത രീതി എല്ലാം കൊണ്ടും അതുകൊണ്ട് തുലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാൻ സിദ്ധാർത്ഥ് പ്രഭു ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ മുൻകൂർ ജാമ്യം നൽകുമോ ഇല്ലയോ എന്ന് കോടതിയുടെ കാര്യമാണ്. ചിലപ്പം 50% നൽകാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ പറയുന്നത്. ഈ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വീഡിയോ വന്നതിന് ശേഷം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് താരങ്ങൾ അനുകൂലിച്ചുകൊണ്ട്, അതായത് സിദ്ധാർത്ഥ് പ്രഭുവിനെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. എന്തിനാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചത്, നാട്ടുകാർക്ക് തല്ലാൻ അധികാരമില്ല എന്നതായിരുന്നു അവരുന്നയിച്ചു പോന്നിരുന്ന വാദം. പക്ഷേ മദ്യപിച്ച് മതോന്മത്തനായി മറ്റുള്ളവരെ ദേഹോദ്രവം ചെയ്യുന്ന സിദ്ധാർത്ഥ് പ്രഭുവിനെ പിടിച്ച് കെട്ടിയിടുക അല്ലാതെ നാട്ടുകാർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. നല്ല ഇടി കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ അറിയാൻ നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ഭാവി നമുക്ക് കണ്ടറിയണം. മിനിമം ഒരു 4-5 കൊല്ലത്തെ തടവ് ശിക്ഷ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ.